ഹലോ. പുലർച്ചെ 4:30 ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കാണാൻ പോണ പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഊബറുകാരെ വൈക്കി ഇറക്കി വിട്ട് പറ്റിക്കാൻ നോക്കിയതും ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂ കൂടി ആയപ്പോൾ ട്രെയിൻ കിട്ടൂലെന്ന് വരെ വിചാരിച്ച്. ടിക്കറ്റ് കൺഫേം ആവാത്തതുകൊണ്ട് ടി.ടി.ആറിന്റെ കൈയും കാലും പിടിച്ച് തൽക്കാലം തല ചായ്ക്കാൻ ഒരു സ്ഥലം പിടിച്ച്. ബാഗൊന്നും വെക്കാൻ സ്ഥലമില്ലായിരുന്നെങ്കിലും നീണ്ടു നിവർന്ന് കിടക്കാൻ തൽക്കാലം ഒരു സീറ്റ് കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, കിടന്നങ്ങോട്ട് ഉറങ്ങി. അന്തം വിട്ട് ഉറങ്ങിയിട്ടും ബാഗ് പിടുത്തം വിടാത്ത ഞാനൊരു കില്ലാടി തന്നെയല്ലേ. പുറത്താണെങ്കിൽ ചെറിയൊരു മഴയും നല്ല കാറ്റും. കിടന്നുറങ്ങാൻ എന്താ രസം. രാജസ്ഥാനാണ് പോലും രാജസ്ഥാൻ. വെയിലും ഒട്ടകം കാണാൻ വിചാരിച്ച് വന്ന ഞാനിപ്പോൾ വയനാട്ടിലത്തെ പോലത്തെ കാലാവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പാൻട്രി ഇല്ലാത്ത വണ്ടി അതിനെ കൊണ്ട് 4 നേരം ഫുഡ് ഞാൻ തന്നെ തട്ടിക്കൂട്ടി ഓരോന്നും ഉണ്ടാക്കി തിന്നിട്ടായിരുന്നു പോകുന്നത്. പിന്നെ നമ്മുടെ വണ്ടി പതിയെ പതിയെ രാജസ്ഥാൻ്റെ തനത് കാഴ്ചയിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. ഈ തല കുത്തനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇയോളുണ്ടല്ലോ, ഇയോളെ ഞാൻ പോവാൻ നേരമായപ്പോഴേക്കായിരുന്നു പരിചയപ്പെട്ടത്. ഓളുടെ സ്റ്റേഷൻ വന്നപ്പോൾ ഓളും ഓളെ ആൾക്കാരും കൂട്ടത്തോടെ ടാറ്റയും തന്നു പോയി. അതൊരു മെയിൻ സ്റ്റേഷനായിരുന്നു തോന്നുന്നു, കാരണം കുറേ ആൾക്കാർ അവിടെ ഇറങ്ങുന്നുണ്ടേനു. 1.5 മണിക്കൂർ ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വണ്ടിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഒരു പോണത് നിസ്സഹായതയോടെ നോക്കിയിരുന്നു. പിന്നെ വിജനമായ ട്രെയിനും ഞാനും. അങ്ങനെ ഫൈനലി ജയ്സമീർ എത്തിയപ്പോൾ ബാഗെല്ലാം എടുത്ത് ഇറങ്ങി. മുന്നേ ബുക്ക് ചെയ്ത റൂമിൽ നിന്ന് ആരോ കൂട്ടാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളെ കണ്ടുപിടിച്ച് ഓട്ടോയിൽ ഞങ്ങൾ റൂമിലേക്ക് പോന്നു. എന്തോ ഒരു കരുതല ഈ മനുഷ്യന്. മൂപ്പർ എൻ്റെ ബാഗും ചുമന്ന് റൂം വരെ കൊണ്ടുവച്ച് തന്നു. എന്നിട്ട് ഈ ജനലും കാട്ടി തന്നിട്ട് പറഞ്ഞു, ഇത് തുറന്നാൽ അപ്പുറം നോക്കിയാൽ ഫോർട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ്. തമ്പുരാൻ അറിയാം, രാവിലെ ആയാൽ അറിയാം അവസ്ഥ എന്താന്ന്. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ടേനു. അതിനെ കൊണ്ട് തന്നെ വേഗം കുളിച്ച് കിടന്നുറങ്ങാനുള്ള ഒരു മൂഡായി. അപ്പോൾ പിന്നെ കുളിച്ച് ഒരുങ്ങി കിടന്നുറങ്ങാല്ലേ. ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം.